ഹലോ. അമ്മയ്ക്ക് ഫോൺ കൊടുക്ക. നന്ദേട്ടാ, ഇത് ഞാനാ, ആതിര. അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ. ആരാ മോളെ? അമ്മയ്ക്ക് ഫോൺ. ഹലോ. നന്ദന, അവളോട് കുറച്ചു ദിവസം അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്താ കാര്യം? അമ്മ ഞാൻ പറഞ്ഞത് കേട്ടാ മതി. എന്താ അമ്മേ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇല്ല. അവന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നന്ദേട്ടൻ എന്താ അമ്മേ പറഞ്ഞത്? നീ കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ. അവൻ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നാ മതിയെന്ന്. നിനക്കെന്തു പറ്റി? അവള് പോയില്ലേ? ഇല്ല. കാര്യമറിയാതെ അവളെ പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. ഒരു രാത്രി കൊണ്ട് ഇവിടെ എന്താ ഉണ്ടായേ? അമ്മ അത് അറിയണ്ട. അമ്മയ്ക്കറിയണം. വീട്ടിൽ പറഞ്ഞു വിടാൻ മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തത്? അവള് ചീത്തയമ്മേ. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാൻ അമ്മയോട് ചോദിച്ചില്ലേ നമുക്ക് തെറ്റുപറ്റിയോ? തെറ്റുപറ്റിയെന്ന് ഇപ്പൊ ബോധ്യമായി. അവളും ഭാനും കൂടെ എന്നെ പറ്റിക്കായിരുന്നു. നിന്നോട് ഇതൊക്കെ ആര് പറഞ്ഞു? എന്റെ കൈ തെളിവുണ്ട്. അവൾക്ക് പോലും നിഷേധിക്കാൻ ഒക്കാത്ത തെളിവ്. അവളിപ്പൊ നിന്റെ ഭാര്യ മാത്രമല്ല, നിന്റെ കുഞ്ഞിന്റെ അമ്മ കൂടെയാണ്. ശരിക്കും ആലോചിച്ചിട്ട് വേണം പറയാൻ. ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടെടുത്ത തീരുമാനമാണ്. ഇനി അവൾ ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പറഞ്ഞതൊക്കെ കേട്ടില്ലേ? ഇനി കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ട് നാക്കിയെ പോകുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മോളെ, ഞാൻ കാരണം നന്ദേട്ടന് ഭ്രാന്ത് പിടിക്കണ്ട. എന്നെ പിടിച്ച് പുറത്താക്കുന്നതിന് മുൻപ് ഞാൻ സ്വയം പൊയ്ക്കോളാം. പോട്ടെ അമ്മേ. അവളോട് പോകരുതെന്ന് പറഞ്ഞു. മോളെ, ഇല്ലമ്മേ, നന്ദേട്ടൻ നിൽക്കരുതെന്ന് പറഞ്ഞ വീട്ടിൽ പിന്നെ എനിക്കെന്താ സ്ഥാനം? താനെന്തിനാ ഇങ്ങോട്ട് വന്നേ? നാളെ കേസല്ലേ? സാറ് വരാൻ പറഞ്ഞവര് ആഫീസിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. അവരോട് പൊക്കോളാൻ പറ. ഞാൻ കേസിന് ഹാജരാവുന്നില്ല. എന്താ സാർ? മണ്ണാൻ കേട്ട മനസ്സിലായോ?
നാളെ അവധിക്ക് അപേക്ഷ കൊടുക്കാൻ പറ. ഓ. അയ്യോ മോളല്ലേ? ഇവളെന്താ ഈ നേരത്ത്? നീ എന്താ മോളെ ഈ നേരത്ത്? നന്ദൻ വന്നില്ലേ? സാറേ, ഇന്ന് വിസ്താരം നടക്കുന്നു വന്നില്ല. അതെന്താണോ? നന്ദകുമാർ സാറ് ഹാജരാകുന്നില്ല. അവധിക്ക് അപേക്ഷ കൊടുത്തു. അവധിക്ക് അപേക്ഷ കൊടുത്തോ? ആ, ഇപ്പൊ കൊടുത്തോളൂ. ജമാലെ, സാറിന് എന്താ സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. എന്തോ ചെറിയ ഫാമിലി പ്രോബ്ലംസ്. വൈഫ് വേണമെങ്കിൽ വീട്ടിൽ പോണുണ്ട്. ആതിരയും മോനും വീട്ടിൽ പോകാൻ അവിടെ വിശേഷം വല്ലതുണ്ടോ? ആ, ഒരു ചെറിയ വിശേഷമുണ്ട്. നന്ദേട്ടൻ ഓഫീസിൽ വന്നിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വിശേഷം കാണുന്നു. ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. എന്തിനാ നന്ദേട്ട ഇപ്പൊ സ്പീഡ്? നിങ്ങൾക്ക് പോയി പറയും. നന്ദേട്ടാ, ഏത് നരകത്തിലെ കിടന്നറിയാതെ ഞാൻ ഈ വണ്ടി കയറില്ല. എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം നീ എന്നെ കാണാൻ വന്നപ്പോ ഒരു കത്തിന്റെ കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ അടുത്ത ദിവസം അതെന്റെ കൈ കിട്ടിയത്. ദാ വായിച്ചു നോക്ക്. ആ കാമുകൻ നീയല്ലേ? അല്ല നന്ദേട്ടാ. പിന്നെ ആരാടാ പട്ടി? നന്ദേട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. നന്ദേട്ടാ, ആതിരയുടെ ഭാവന സൃഷ്ടിയാണ് ആ മനുഷ്യൻ. നന്ദേട്ടന്റെ പ്രപ്പോസൽ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു പുരുഷനെയും കണ്ണിൽ പിടിക്കാത്ത ആതിരയ്ക്ക് അവളുടെ സങ്കല്പങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത നന്ദേട്ടന്റെ ആലോചന മുടക്കാൻ അവൾ കണ്ടെത്തിയ വഴിയാണ് ഈ കത്ത്. അല്ലാതെ ഇതിൽ യാതൊരു സത്യാവസ്ഥയില്ല. കൊള്ളാം നിന്റെ കണ്ടുപിടുത്തം. പെണ്ണുങ്ങളെ വശീകരിക്കാൻ മാത്രമല്ല നിനക്ക് വിരുത്. ഈ ഒരു പഠിച്ച കള്ളന. സാക്ഷികളെയും കള്ളസാക്ഷികളെയും തിരിച്ചറിയാനുള്ള ബുദ്ധി എനിക്കുണ്ട്. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നന്ദേട്ടന് മനസ്സിലാവില്ല. നന്ദേട്ടന്റെ മനസ്സിൽ നിറയെ സംശയങ്ങളാ. അതേടാ, സംശയമാ. എനിക്ക് എല്ലാരെയും സംശയമാ. പക്ഷെ എന്റെ ജീവിതം തൊലച്ചതിന് നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ട.